ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വീനൂസ് കുക്കിംഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മത്തങ്ങ വെച്ചിട്ട് ഒരു കറിയാണ്, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മത്തങ്ങ എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇതധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം അതിന് ശേഷം കാണാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് മല്ലി, മുഴുവനോടെയുള്ള മല്ലി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മൾ ചോറ് വെക്കുന്ന അരി അതും 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വറക്കണം. ഏതരി ആയാലും പ്രശ്നമില്ല. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വറുത്തിട്ട് കൊണ്ടുവരാം. ചൂടായ പാനിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം കുറച്ച് വെച്ച് ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അരക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ജാറിലോട്ടിട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, 3 വറ്റൽമുളക്, നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച അരിയും മല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചു കൊണ്ടുവരാം. നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരക്കണം. ഒരു വിസിലിന് ശേഷം കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ട് കുക്കർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ അധികം അടിഞ്ഞു പോയിട്ടില്ല. ഇനി ഇതിൽ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരിയും മല്ലിയും റോസ്റ്റ് ചെയ്ത നല്ല സ്മെല്ലുണ്ട് മിക്സിൻ്റെ ജാർ ഓപ്പൺ ആക്കുമ്പോൾ. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. കറി നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കറിയിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. രണ്ടും കൂടി വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിനി കറിയിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങ വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയൊരു കറിയായത്. ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല മണമുണ്ട്. ഇത് അരിയും മല്ലിയും ഒക്കെ വറുത്തത് കൊണ്ട് ഭയങ്കര മണമുണ്ട് ഇവിടെ. ചോറിൻ്റെ കൂടെ ഇതും പപ്പടവും ഉണ്ടെങ്കിൽ ധാരാളം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട കമൻറ്റ്സ് പറയാൻ മറക്കല്ലേ. See you next time. Bye.